ഹായ് ഹലോ നമസ്കാരം. അന്യൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഞാനൊരു ചെറിയ കഥ പറയാം. വേറെ ഒന്നല്ല, ഓണത്തിനെ പറ്റി തന്നെ. കാരണം എന്താണെന്നറിയോ, എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനിടയ്ക്ക് എന്നോടൊരു കാര്യം ചോദിച്ചു. എന്താണെന്നറിയോ, ഓണത്തിനെ പറ്റിയിട്ടുള്ള കഥകൾ തന്നെയാണ് കേട്ടോ. അപ്പൊ അവക്ക് കഥകളൊക്കെ അറിയാം. എന്താ അറിയുന്നതെന്നറിയോ, ഓണത്തിന് 10 ദിവസം പൂവിടണം, മഹാബലി വരും ഈ 10 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പൂ കാണാൻ വേണ്ടി വരും, വാമനാവതാരമാണ് മഹാബലിനെ പാതാളത്തിലേക്ക് വിട്ടേന്നൊക്കെ. ഇതാണ് അവക്കറിയുന്ന കഥ. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, എന്തിനാ മഹാബലിനെ പാതാള ലോകത്തേക്ക് അയച്ചത് എന്ന്. അപ്പൊ അതറിയാത്ത ഒരു പെർസെന്റേജ് ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കഥ ഞാനിപ്പോ പറയാൻ പോകുന്നത്. പണ്ട് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാബലി തമ്പുരാൻ നാട് ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നാ പറയപ്പെട്ടത്. എങ്ങനെയെന്നറിയാം, ഒരു പാട്ടില്ലേ, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. സത്യം പറഞ്ഞ അതുപോലെയായിരുന്നു ഇവിടെ ഭൂമിയിൽ എല്ലാവരുടെയും ശാന്തിയും സമാധാനവും സന്തോഷവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കള്ളവും ചതിയും കുറ്റവും ഒന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും ആരോടും അസൂയോ ദേഷ്യോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമി സ്വർഗതുല്യമാണെന്നാ പറഞ്ഞിട്ടുണ്ടായത് ആ ഒരു സമയത്ത്. അപ്പൊ അത് കണ്ടപ്പോ ദേവലോകത്ത്, അതായത് സ്വർഗത്തിലെ ദേവന്മാർക്കെല്ലാം ഭീതി വന്നു. കാരണം ഭൂമിയും സ്വർഗവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥയിലാണല്ലോ ഉള്ളത്. അപ്പോ എന്തിനാണ് മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് അയക്കുന്നത്? ഇവിടെ വന്നിട്ട് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യായുസിൽ പഠിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യജന്മം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ദേവന്മാരൊക്കെ മഹാവിഷ്ണുവിനെ കാണാൻ പോയത്. ഇപ്പോൾ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. മഹാബലി എല്ലാവരെയും അസുര രാജാവായിട്ട് വരെ ജനങ്ങളെയൊക്കെ ഒരുപോലെ കൊണ്ടുപോവുകയാണ്, ഒരുപോലെ സംരക്ഷിക്കുകയാണ്. ഒരാൾക്കും കള്ളവും ചതിയും എന്താന്ന് പോലും ഭൂമിയിൽ അറിയില്ല. ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് മഹാവിഷ്ണുവിനെ പോയി കാണുന്നത്. അതുപോലെ തന്നെ നവഗ്രഹ പൂജകൾ, ദേവന്മാരുടെ പൂജകൾ ഒന്നും വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല. എന്താവശ്യമുണ്ടെങ്കിലും മഹാരാജാവിനെ മാത്രമാണ് സന്ദർശിക്കുന്നതെന്ന് ഒരു പെർസെൻറ്റേജ് ജലസി കൂടി അതിൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടതിന് ശേഷം മഹാവിഷ്ണു പറഞ്ഞു ദേവന്മാരോട്, പേടിക്കണ്ട, എൻ്റെ വാമന അവതാരത്തിന് സമയമായി എന്ന്. അങ്ങനെയാണ് മഹാവിഷ്ണു വാമന അവതാരം എടുക്കുന്നത്. വാമന അവതാരം എത്രാമത്തെ അവതാരമാണെന്ന് അറിയോ? അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മഹാവിഷ്ണു വാമനാവതാരം എടുത്തതിന് ശേഷം മഹാരാജാവായ മഹാബലിയെ സന്ദർശിച്ചു. ഈ ഒരു ചെറിയ ബാലനെ കണ്ട മഹാബലി ചോദിച്ചു, എന്താണ് അങ്ങ് ഇവിടെ, എന്താ അങ്ങക്ക് വേണ്ടേന്ന്. അപ്പോൾ ഈ ചെറിയ ബാലനായിട്ടുള്ള മഹാവിഷ്ണു, അതായത് വാമനാവതാരമായ മഹാവിഷ്ണു പറഞ്ഞു, എനിക്ക് വെറും 3 അടി മണ്ണ് വേണമായിരുന്നു, അങ്ങക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദാനശീലനായ മഹാബലി പറഞ്ഞു, അതിനെന്താ, തരാലോ എന്ന് പറഞ്ഞു. വിശ്വജിത്ത് യാഗം നടക്കുന്ന വേളയിലായിരുന്നു വാമനൻ മഹാബലിയെ കാണാൻ വന്നിട്ടുണ്ടായത്. ആ സമയത്ത് അവിടെ അസുരഗുരുവായ ശുക്രാചാര്യനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ട ശുക്രാചാര്യന് മഹാവിഷ്ണുവാണ് ഈ വാമനാവതാരം എടുത്തിട്ട് വന്നതെന്ന് തിരിച്ചറിവുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാബലിയെ വിലക്കി, അരുത്, ഇത് നൽകരുത് എന്ന് പറഞ്ഞ്. പക്ഷേ ദാനശീലനായ മഹാബലി അത് മറികടന്നുകൊണ്ട് ഞാൻ നൽകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അത് കേട്ട ഉടനെ വാമനൻ ആകാശമുട്ടെ വളർന്നു. ആദ്യത്തെയും രണ്ടാമത്തെയും കാലടി വെക്കുമ്പോൾ തന്നെ ഭൂമിയും സ്വർഗവും പാതാളവും അളന്നെടുത്തു. 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല എന്ന് കണ്ടപ്പോൾ വാമനൻ മഹാബലിയെ നോക്കി. അപ്പോൾ തന്നെ മഹാബലി വാമനനോട് പറഞ്ഞു, എൻ്റെ ശിരസിൽ വെച്ചോളൂ 3ാമത്തെ അടിയെന്ന്. അങ്ങനെ വാമനൻ മഹാബലിയുടെ ശിരസിൽ കാല് വെച്ചിട്ട് പാതാളത്തിലേക്ക് ചവിട്ടി താത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വളരെ വിഷമത്തിലുണ്ടായ മഹാബലി, ഇനി എന്നാണ് എൻ്റെ പ്രജകളെ കാണാൻ എനിക്ക് സാധിക്കുക എന്ന് മഹാവിഷ്ണുവിനോട് വളരെ വ്യസനസഹിതം ചോദിച്ചു. ആ സമയത്ത് മഹാവിഷ്ണു കൊടുക്കുന്ന ഒരു വരമാണ് പറഞ്ഞത്, വർഷത്തിൽ ഒരു നാൾ നിനക്ക് നിൻ്റെ ജനങ്ങളെ കാണാൻ ഭൂമിയിലേക്ക് വരാമെന്ന്, അതായത് ഭൂമി സന്ദർശിക്കാമെന്ന്. അങ്ങനെ വരുന്ന ആ ഒരു സമയത്താണ് അത്തം മുതൽ തിരുവോണം വരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂവിട്ട് കാത്തിരിക്കുന്നത് മഹാബലീനെ.
ഇതാണ് എനിക്കറിയുന്ന ഓണത്തിൻ്റെ കഥ. ഇതല്ലാണ്ട് വേറെ ഐതിഹ്യങ്ങളും കഥകളും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്കറിയുന്ന കഥയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മാറ്റങ്ങളോ തെറ്റുകുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ കഥ പറഞ്ഞു വന്നതോടെ നമ്മളെ ഇന്നത്തെ ലുക്ക് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്ന് തനി ഗ്രാൻഡായിട്ടുള്ള ഗോൾഡൻ കളർ ലൈൻസ് ആയിട്ടുള്ള സെറ്റുമുണ്ടാണ് കേട്ടോ ഇന്ന് ധരിച്ചിട്ടുള്ളത്. വിത്ത് നമ്മളെല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് കളർ ബ്ലൗസും, കയ്യിൽ റെഡ് കുപ്പിവളയും, കഴുത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തനി കേരള സ്റ്റൈലിലുള്ള പാലക്കി മാലയാണ് കഴുത്തിൽ, കാതിൽ ജുംക്കയും കാലിൽ കൊലുസും ഒക്കെയാണ് ഇട്ടിട്ട് ഞാൻ ഇന്നിവിടെ റെഡി ആയിട്ടുള്ളത്. ഹെയർ സ്റ്റൈലാകട്ടെ തനി നാടൻ വൈബിൽ ഇല്ലിട്ട് കെട്ടുക എന്ന് പറയില്ലേ നമ്മൾ, കുളിച്ചപ്പാടുള്ള മുടി, അത് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ 11ാമത്തെ ദിവസത്തെ ലുക്ക്, അതായത് തിരുവോണത്തിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അതുപോലെ ഈ അത്തം മുതൽ തിരുവോണം വരെയുള്ള സീസൺ 2 സീരീസിലെ ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്നും കമൻറ്റിൽ പറയണേ. പറയുമ്പം തന്നെ പൂവിടൽ മാത്രമല്ല കേട്ടോ, അതിന് കൂടാണ്ട് പലതരത്തിലുള്ള കളികളുമുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൈമുട്ടിക്കളി, തിരുവാതിരക്കളി, പുലിക്കളി, അങ്ങനെ പല നാട്ടിലും പല വിധത്തിലാണ് ഓണാഘോഷം നടക്കാറ്. അതുകൂടാണ്ട് കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും ഓണത്തിന്. മെയിനായിട്ടുള്ള കാര്യം മറന്നു അല്ലേ, നമ്മളെ സദ്യ. എത്ര കൂട്ടാണ് നിങ്ങളെ നാട്ടിലുള്ള സദ്യയിൽ, ഓണസദ്യയിൽ? നമ്മളെ നാട്ടിലുള്ള സദ്യ ഫേമസ് ആണ്, അറിയാലോ എന്താ കാരണം എന്നുള്ളത്. നമ്മളെ നാട്ടിലുള്ള ഓണസദ്യയിൽ നോൺ വെജും കൂടി ഉണ്ടാവും. ഏതാ നാട് എന്നല്ലേ? കണ്ണൂർ തന്നെ. അതുപോലെ പൂവിടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി ഓർമ്മ വന്നത്. പണ്ടൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം കേട്ടോ, നമ്മളൊക്കെ ചെറുതിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പൂവിടാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾ അപ്പുറത്തെയും ഇപ്പുറത്തെയും വളപ്പിലും പിന്നെ മുറ്റത്തുള്ള ചെടിയിൽ നിന്ന് പൂവും ഇലയും ചപ്പും പുല്ലും ഒക്കെ പറിച്ചിട്ടാണ് പൂവിടാൻ നിൽക്കുക. എന്നാൽ ഇപ്പം 10 ദിവസത്തെ ആദ്യത്തെ 9 ദിവസം വരെ പീടികയിൽ നിന്ന് വാങ്ങിയിട്ടും പുറത്തുനിന്ന് പൈസ കൊടുത്തൊക്കെ വാങ്ങിയിട്ടാണ് പൂവിടുന്നത്. പണ്ടൊക്കെ തിരുവോണ ദിനത്തിൽ മാത്രമാണ് നമ്മൾ പൈസ കൊടുത്ത് പൂ വാങ്ങിയിട്ട് വലിങ്ങനെ പൂവിടുക. എന്നാലും അതിലും പകുതി പൂവും നമ്മളെ മുറ്റത്തും വളപ്പിലും ഒക്കെ ഉള്ളതായിരിക്കും. എന്നാൽ ഇന്ന് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇടുന്ന എല്ലാ പൂവും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ തിരുവോണ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഇത്രയും വീഡിയോസിൽ, അതായത് അത്തം മുതൽ തിരുവോണം വരെയുള്ള സീസൺ 2 സീരീസിലെ ഓരോ ദിവസത്തെ ഔട്ട്ഫിറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക കേട്ടോ. ഈ ഔട്ട്ഫിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ മുമ്പിൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഞാൻ ഒരുപാട് താങ്ക്സ് ഈ വീഡിയോയിലോട്ട് പറയുകയാണ് കേട്ടോ. ഓരോ ആളെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, എന്നാലും എൻ്റെ മനസ്സിൽ അവരെല്ലാവരും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ ഞാൻ അത്തം മുതൽ തിരുവോണം വരെയുള്ള സീസൺ 2 സീരീസിൽ യൂസ് ചെയ്ത ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ എവിടെ നിന്ന് ആക്സസറീസ് വാങ്ങിയെന്നുള്ള അറിയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്തം മുതൽ തിരുവോണം വരെയുള്ള സീസൺ 2 സീരീസ് ഇന്നേക്ക് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കമൻറ്റ് മാത്രമല്ല, വീഡിയോസൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പോകുന്നതിന് മുമ്പേ എല്ലാവർക്കും ഹാപ്പി ഓണം.